ഹായ് ടു ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുര റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ചെറുപയർ പരിപ്പ് പായസ റെസിപ്പി ആയിട്ടാണ്. ഇന്നെന്ത് സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ ചാനലിലെ 300ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഒരുപാട് സപ്പോർട്ട് ആവശ്യമുണ്ട്. നല്ല പോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കുറേ പേര് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാതെ പോകുന്നുണ്ട്, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാറില്ല, ഷെയർ ചെയ്യല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായി കാണുക, കണ്ട ശേഷം കമൻറ്റ് അയയ്ക്കുക. അതുപോലെ തന്നെ ട്രൈ ചെയ്ത ശേഷം കമൻറ്റ് അയയ്ക്കുക, ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് നമ്മുടെ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചരി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും, വേണ്ടാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കൊഴുപ്പിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ചൊന്ന് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇതിന് മുൻപ് നമ്മുടെ ചെറുപയർ പരിപ്പിൻ്റെ തന്നെ പായസം ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. അത് കാണാത്ത കൂട്ടുകാർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അത് വന്നിട്ട് നമ്മൾ തന്നെ വറുത്തരങ്ങി എടുത്തതാണ്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാർ ഒന്ന് പോയി കാണുക. അപ്പോൾ തന്നെ നമ്മുടെ ചെറുപയറും അരിയൊക്കെ ഒന്ന് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് മധുരത്തിന് ആവശ്യമുള്ള വെല്ലം പാവ് വെച്ചതാണ്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വേണമെങ്കിൽ ഒരുപാട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മധുരം കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കൈവിടാതെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, കാരണം അടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കൈവിടാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ആ സമയത്ത് തന്നെ നമുക്കതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർത്തെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ 3ാമത്തെ പാലാണ്. 3ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കതിലേക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം. ബട്ട് ആ ഒരു വീഡിയോ കട്ടായി പോയതാണ്. അപ്പോൾ 2ാം പാൽ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കരുത്, ഒരുപാട് തിളപ്പിക്കാൻ പറ്റില്ല 1ാമത്തെ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടില്ല നമ്മുടെ മധുരം ഇവിടെ റെഡി ആയിട്ടുണ്ട്, പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത പായസം വന്നിട്ട് നമ്മൾ തന്നെ വറുത്തരങ്ങി റെഡിയാക്കുന്ന സമയത്ത് കുറച്ച് ടൈം ആവും. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. until then, bye bye.